ഹലോ ഗൈസ്, ഏതാണ്ട് 1.5 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ പ്രൂൺ ചെയ്ത് വിട്ട ഒരു അഡീനിയം പ്ലാന്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ പ്ലാന്റ് ഇത്തിരി തണലിലേക്ക് വേണ്ടി ഒരു മരത്തിൻ്റെ അടിയിൽ വയ്ക്കുകയുണ്ടായി. എന്നാൽ യാദൃച്ഛ്യമായി മരത്തിൽ നിന്ന് ഒരു ചില്ല അടർന്ന് ഈ പ്ലാന്റിൻ്റെ ശിഖരങ്ങൾക്കിടയിൽ വീഴുകയും പ്ലാന്റ് നെടുകെ രണ്ടായി പിളർന്നു പോവുകയും ചെയ്തു. അതിനെ ചേർത്ത് കെട്ടി നല്ല രീതിയിൽ സാഫ് പുരട്ടിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്ലാന്റിൻ്റെ ഒരു ഭാഗം ചീഞ്ഞുപോയ ഭാഗത്തെ മുറിച്ചു മാറ്റി നമുക്ക് കുറച്ചുകൂടെ ഫംഗൽ പൗഡറൊക്കെ ഒന്ന് പുരട്ടിക്കൊടുത്ത് എങ്ങനെയെങ്കിലും ഈ പ്ലാന്റിനെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. കയർ അഴിച്ചു മാറ്റി പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നമുക്കൊന്ന് നോക്കാം. പ്ലാന്റിൻ്റെ ഒരു ഭാഗം നല്ലവണ്ണം ചീഞ്ഞു പോയത് നമുക്കിപ്പോൾ കാണാം. പ്ലാന്റിൻ്റെ ഒരു വശം പൂർണ്ണമായും ചീഞ്ഞുപോയി. അവിടെ പച്ചപ്പിൻ്റെ ഒരംശം പോലും കാണാനില്ല. നമുക്കിനി ഈ ഭാഗത്ത് മുറിച്ചു മാറ്റാം. മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത കത്തിയാണ് എടുക്കാൻ. പുതിയ ബ്ലേഡായാലും കുഴപ്പമില്ല. ഒരു അഡീനിയം പ്ലാന്റിനെ നട്ട് അതിൻ്റെ കോഡക്സൊക്കെ ഇത്തിരി വണ്ണം വച്ച് വരും വരെ നമ്മൾ ശ്രദ്ധയോടുകൂടി വളർത്തുകയും പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിത്തിരി സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മറുഭാഗത്തും ഇത്തിരി ചീഞ്ഞു പോയിട്ടുണ്ട്. ആ ഭാഗത്തുള്ള ചീയലിനെ ഒന്ന് ചെത്തി പച്ചപ്പ് കാണും വരെ ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം അവിടെയും നമുക്ക് നല്ല രീതിയിൽ സാഫ് തേച്ച് പിടിപ്പിക്കാം. ചീഞ്ഞ ഭാഗം മുഴുവനും ചെത്തി മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കറ ഒന്ന് കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ കൊണ്ടുവന്ന് വൃത്തിയായി തുടച്ചു മാറ്റാം. അതിന് ശേഷമാണ് നമുക്ക് സാഫ് പുരട്ടേണ്ടത്. ഇത്തരത്തിൽ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ചെത്തിയ ഭാഗത്തുള്ള മുഴുവൻ കറയും തുടച്ചു മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് സാഫ് ഫംഗൽ പൗഡർ എടുത്ത് ഇത്തിരി വെള്ളത്തിൽ കട്ടിക്ക് കുഴച്ച് നമ്മൾ ചെത്തിയ ഭാഗത്ത് മുഴുവനും നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫംഗൽ പൗഡർ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ പുരട്ടി കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് 2-3 ദിവസം വെള്ളം ഒഴിക്കാതെ തണലിലേക്ക് മാറ്റിയൊന്ന് വയ്ക്കാം. അതിനുശേഷം നമുക്ക് പ്ലാന്റിനെ വെയിലിലേക്ക് മാറ്റാം.